ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊള്ളയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. ഒരുപക്ഷെ UDF അനുകൂലമായ ഒരു ജനവിധി ഉണ്ടായത് സ്വർണ്ണക്കൊള്ളയിൽ LDF നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാർ, അതുപോലെ തന്നെ ബാസു തുടങ്ങിയവർക്കുള്ള പങ്കും അവരെ ജയിലിലടച്ചതുമൊക്കെ സ്വാഭാവികമായും അത് പ്രതിപക്ഷമായ UDF അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ. ഇപ്പോഴിതാ അന്വേഷണം വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. കാരണം ഡിസംബർ 5 അന്വേഷണം നിലച്ചുപോയി എന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിരുന്നു. സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. CPM-ലെ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ ഇതിൽ പെടുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ മെമ്പർമാരായിരുന്ന ശങ്കരദാസ്, വിജയകുമാർ, ഇവരെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രതിയാണ്, പക്ഷെ മെമ്പർമാർ പ്രതിയല്ല. അതേപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഈ ഒരു ആവശ്യമൊക്കെ ഉയരുന്ന സമയത്താണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അന്വേഷണങ്ങളൊക്കെ നിലച്ചത്. ഇത് ഹൈക്കോടതി പരാമർശിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും എതിർപ്പുകളെ മറികടന്നുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസിൽ ഇടപെടാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പം ഇതൊരു മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കക്ഷി ചേരുകയാണ്, അല്ലെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കുകയാണ്. സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിലാണ് ECIR ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ ED വരുന്നതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും SITയും എതിർത്തിരുന്നതാണ്. ആദ്യം അവർ കോടതിയിൽ പോയിട്ട് അവർക്ക് തിരിച്ചടി നേരിട്ടു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി വീണ്ടും വിചാരണ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പം അനുമതി നൽകിയിരിക്കുന്നത്, രേഖകളൊക്കെ നൽകാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതേ തുടർന്ന് അടിയന്തരമായ നടപടികൾ തുടങ്ങുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രസക്തമായ ഒരു കാര്യം, ED അന്വേഷണം തുടങ്ങിയാൽ നിലവിലുള്ള അന്വേഷണം പോലെ ആയിരിക്കില്ല. മറിച്ച് ദേവസ്വം ബോർഡ് മുൻകാലങ്ങളിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും, ദേവസ്വം ബോർഡിന്റെ സ്വത്ത് വിവരം, ദേവസ്വം ബോർഡിന്റെ പണം, ദേവസ്വം ബോർഡിലെ ആഭരണങ്ങൾ, ഇതൊക്കെ അന്വേഷണ വിധേയമാക്കും. വിദേശ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ അന്വേഷണം ഇടതുപക്ഷ നേതാക്കന്മാരിൽ മാത്രം ഒതുങ്ങില്ല. ഒരു ഗാനമായിരുന്നു UDF അനുകൂലമായ തരംഗം സൃഷ്ടിക്കാൻ ഇടയായത് എന്ന് പറയുന്നുണ്ട്. പോറ്റിയെ എന്ന് പറയുന്ന ഒരു ഗാനം. ആ ഗാനം വ്യാപകമായ തോതിൽ UDF പ്രചരിപ്പിച്ചു. കാരണം അവർ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദികൾ മുഴുവൻ LDF-കാരായിരുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു അവരുടെ ആവശ്യം. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കുറച്ചുകൂടി ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടമാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുമ്പ് ദേവസ്വം ഭരിച്ചിരുന്നത്, കാരണം ഇത് 1998 നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ വിഷയമാണ്. കാരണം 1998 UB ഗ്രൂപ്പ് 30 കിലോ സ്വർണവും 1500 കിലോ ചെമ്പും ഒക്കെ നൽകിയത്. ആ ചെമ്പും സ്വർണവും നൽകിയ രേഖകളല്ലാതെ ബാക്കി സ്വർണം പൂശിയ രേഖകളൊക്കെ തന്നെ ഇവരെ ഒളിച്ചു വെപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരത് മറച്ചു പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ദേവസ്വം ബോർഡിന്റെ പൊതുമരാമത്ത് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് ചില രേഖകളൊക്കെ കിട്ടി എന്നാണ് പറയുന്നത്. മാതൃഭൂമി ചാനലൊക്കെ വളരെ ന്യായീകരിക്കുകയായിരുന്നു നേരത്തെ പത്മകുമാറിനെയും അതുപോലെ വാസുവിനെയൊക്കെ ന്യായീകരിക്കുക ചെയ്തിരുന്നത്. കാരണം അങ്ങനെ ഒരു രേഖ പോലും ഇല്ല, സ്വർണം പൂശി എന്ന രേഖ പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് സ്വർണം പൂശിയത്, അത് ചെമ്പാക്കി എന്ന് തെളിയിക്കുക എന്നൊക്കെ ആയിരുന്നു മാതൃഭൂമി ചാനലൊക്കെ ചോദിച്ചിരുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുന്നു, അതിന്റെ രേഖകളൊക്കെ തന്നെ കിട്ടിയിരിക്കുന്നു. അപ്പം ഇതിന്റെ പിറകിൽ അന്ന് മുതലേ നടക്കുന്ന ക്രമക്കേടുകളാണിത്. അപ്പം ഇതിന്റെ പിറകെ അതിനുശേഷം പലതവണ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് UDF ഭരണകാലത്ത് നടക്കുന്ന ക്രമക്കേടുകൾ കൂടി അന്വേഷിക്കും. അപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ LDF-നെ താഴെയിറക്കി അധികാരത്തിൽ കയറാമെന്ന UDF-ന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. കാരണം ED അന്വേഷണം ഏറ്റെടുത്ത ഉടനെ തന്നെ വിശദമായി അന്വേഷിക്കും. അപ്പം EDക്ക് കുറച്ചുകൂടി നല്ല സംവിധാനങ്ങളുണ്ട്. ED നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും. UDF-കാരും LDF-കാരെ മാത്രമല്ല UDF-കാരും പങ്കുണ്ടെങ്കിൽ അവരെ കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരും. കാരണം അത്രയും വെട്ടിപ്പുകളാണ് ശബരിമലയിൽ നടന്നത്. ഞെട്ടിപ്പിക്കുന്ന
കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതും ഒരു ദേവസ്ഥാനത്തിന്റെ പേരിൽ, ഒരു ക്ഷേത്രത്തിന്റെ മറവിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കാലാകാലങ്ങളായിട്ട് മാറി മാറി ഭരിച്ചിരുന്ന സർക്കാരുകളുടെ പ്രതിനിധികളാണ് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരിക്കുന്നത്. ആ ദേവസ്വം ബോർഡിലെ UDF ഭരണകാലത്ത് നടന്ന ക്രമക്കേടുകൾ കൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന സമയത്ത് UDFന് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളെത്തും. രണ്ടുപേരുടെയും കള്ളക്കളികളൊക്കെ വെളിച്ചത്ത് വരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.